കഴിഞ്ഞ മാസം നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട 2 വചനപ്രഘോഷകരുടെ മോചനത്തിന് 11 ദശലക്ഷം നൈറ ഏകദേശം $12,264 നൽകിയിട്ടും അവർ ബന്ദികളായി തന്നെ തുടരുകയാണെന്ന് പ്രാദേശിക ക്രിസ്ത്യൻ നേതൃത്വം. ഡിസംബർ 19-ന് പുപ്പുലെ നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 20 പേരിൽ മുസ്ലിം ഇരകളെ മാത്രം വിട്ടയക്കാനാണ് തീവ്രവാദികൾ തീരുമാനിച്ചതെന്നും ഇത് പ്രദേശത്തെ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢാലോചനയാണെന്ന് വ്യക്തമാണെന്നും പറയപ്പെടുന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തയുമായി ചുമതലയേറ്റ മാർ റാഫേൽ തട്ടിലിന് എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൗസിൽ സ്വീകരണം നൽകി. സിനഡ് സമ്മേളനം സമാപിച്ചതിന് ശേഷമാണ് അതിരൂപത ആസ്ഥാനത്തേക്ക് മേജർ ആർച്ച് ബിഷപ്പ് എത്തിയത്. കേരളത്തിലെ വിജയപുരം, തമിഴ്നാട്ടിലെ കുഴിത്തുറൈ, കുംഭകോണം, കർണാടകയിലെ കാർവാർ, മധ്യപ്രദേശിലെ ജബൽപൂർ, ഉത്തർപ്രദേശിലെ മീററ്റ് എന്നീ രൂപതകൾക്ക് പുതിയ സഹായമെത്രാനെയും മെത്രാന്മാരെയും നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. വിജയപുരം രൂപതയുടെ സഹായമെത്രാനായി റവറൻ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിപ്പറമ്പിലിനെ നിയമിച്ചു. കുഴിത്തുറൈ രൂപതാധ്യക്ഷനായി ഫാദർ ആൽബർട്ട് ജോർജ് അലക്സാണ്ടർ, കുംഭകോണം രൂപതാമെത്രാനായി ഫാദർ ജീവാനന്ദം അമലനാഥൻ, ജബൽപൂർ രൂപതാധ്യക്ഷനായി ഫാദർ വലൻ അരസു, മീററ്റ് രൂപതാധ്യക്ഷനായി ഫാദർ ഭാസ്കർ ജസുരാജ്, കർവാർ രൂപതാധ്യക്ഷനായി ഫാദർ ഡൊമിങ് ഡൈസ് എന്നിവരെയാണ് പാപ്പ നിയമിച്ചത്. മ്യാൻമറിലെ മിലിറ്ററി കൊലപ്പെടുത്തിയ ചിൻ വംശജരായ 17 ക്രൈസ്തവർക്ക് കണ്ണീരോടെ കുടുംബങ്ങൾ വിട നൽകി. ഇവിടെ മുതൽ സംസ്കാര ശുശ്രൂഷകൾ കാനൻ ഗ്രാമത്തിലെ സെമിത്തേരിയിൽ നടന്നു. പ്രദേശത്തെ ക്രൈസ്തവ ദേവാലയങ്ങളെയും ഒരു വിദ്യാലയത്തെയും ലക്ഷ്യവെച്ച് നടത്തിയ ബോംബാക്രമണങ്ങളിൽ 6 കുട്ടികൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. 30ഓളം പേർക്ക് പരിക്കേറ്റു. ബോംബാക്രമണം നടന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസികൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുകയായിരുന്നു. സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ ശേഷം ആദ്യമായി സ്വന്തം മണ്ണിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് സ്നേഹോഷ്മളവും ഹൃദ്യവുമായ വരവേൽപ്പുമായി തൃശൂർ അതിരൂപത. ബിഷപ്പുമാരും തൃശൂരിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സമുദായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുമടക്കം നിരവധി വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട റാഫേൽ പിതാവിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. അതിരൂപതയുടെയും തൃശൂർ പൗരാവലിയുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. യുദ്ധം ഒരിക്കലും അന്താരാഷ്ട്ര കർമ്മോപാധിയല്ല എന്ന് വ്യക്തമാക്കാനുള്ള അനുദിന പരിശ്രമം സമാധാനത്തിൽ ആവശ്യമാണെന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ. പരിശുദ്ധ സിംഹാസനവും സമാധാന സാഹചര്യങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് റോം ആസ്ഥാനമായുള്ള ലിഞ്ചൈ അക്കാദമിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉന്നമനത്തിനായി ഇരു രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകളോട് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മെക്സിക്കോ US അതിർത്തി മേഖലയിലെ കത്തോലിക്ക ബിഷപ്പുമാർ. ലോകത്തിൽ തന്നെ കുടിയേറ്റത്തിന് ഏറ്റവും അപകടകരമായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക മെക്സിക്കോ അതിർത്തി. ഇതുമായി ബന്ധപ്പെട്ട് ബിഷപ്പുമാർ പുറത്തിറക്കി 11 പേജുള്ള ഡോക്യുമെന്റിൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.